ഒരു കാര്യം കൂടി ചെക്ക് ചെയ്ത് നോക്കണം. നമ്മളെപ്പോഴും ഒരു കണക്ഷൻസ് കൊടുത്തിട്ട് 3Dയിലൊന്ന് പോയി ചെക്ക് ചെയ്യണം. അത് ഞാൻ സെലക്ട് ചെയ്ത് 3D വ്യൂവിലൊന്ന് പോയി 3D വ്യൂവിൽ പോയിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തൊക്കെ ഒന്ന് നോക്കുക. ഈ ലൈൻസ് ഒക്കെ കാണുന്നുണ്ട്, ഇതൊക്കെ കണക്ഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട. റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീഡർ വ്യൂ ക്ലിക്ക് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയി വരും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ നേരത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഈ കണക്ഷൻ നമ്മൾ ഏറ്റവും ആദ്യം തൊട്ട് പറയുന്ന സ്റ്റീൽ കൺസ്ട്രക്ഷൻസ് ചെയ്യുമ്പോൾ ഫാബ്രിക്കേഷൻ ഷോപ്പിലിട്ടിട്ടാണ് കട്ടിങ്ങും വെൽഡിങ്ങും സൈറ്റിൽ ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ ബോൾട്ട് ചെയ്ത് പോകണം. അങ്ങനെയെങ്കിൽ ഈ പ്ലേറ്റ് ഫാബ്രിക്കേഷൻ ചെയ്യുമ്പോൾ എന്തിൻ്റെ ഒപ്പമാണ് വെൽഡ് ചെയ്ത് വിടേണ്ടത്? കോളത്തിൻ്റെ ഒപ്പമാണ് ബീമിൻ്റെ ഒപ്പമാണ്? ഈ പ്ലേറ്റ് ഫാബ്രിക്കേഷൻ ഷോപ്പിൽ വെച്ചിട്ട് കോളത്തിൻ്റെ ഒപ്പം വേണം വെൽഡ് ചെയ്ത് വെക്കാനായിട്ട്. കാരണം പ്ലേറ്റും ബീമും തമ്മിൽ ബോൾട്ടിംഗ് ആണ്. ബോൾട്ടിംഗ് ഷുഡ് ഹാപ്പൻ ഇൻ ദ സൈറ്റ്. അപ്പോൾ സൈറ്റിൽ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പ്ലേറ്റ് കോളത്തിൽ വെൽഡ് ചെയ്ത് വെക്കണം. ഇത് ഓൾറെഡി ഓട്ടോമാറ്റിക് നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ ഇത് വെൽഡിങ്ങിൻ്റെ സിമ്പിളാണ് സെയിം കളറിൽ കാണുന്നത്. വെൽഡ് ഓട്ടോമാറ്റിക്കലി ആയിട്ടുണ്ടാവും. എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്കിവിടെ എൻക്യൂർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസംബ്ലി ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞെടുക്കാം. എന്നിട്ട് കോളത്തിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ റെഡ് ആൻഡ് യെല്ലോയിൽ കാണുന്നുണ്ടോ? അതായത് കോളത്തിൽ ഈ പ്ലേറ്റ് വെൽഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ കോളത്തിൻ്റെ ഫാബ്രിക്കേഷൻ ഡ്രോയിങ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോളത്തിൽ വെൽഡ് ചെയ്ത് ഇപ്പോൾ ഈ വെബിലോട്ട് കൊടുക്കുന്ന ബീമിൻ്റെ കണക്ഷൻ വരുമ്പോൾ ആ പ്ലേറ്റും വെൽഡ് ചെയ്തിരിപ്പുണ്ടോ? ത്രൂ ഔട്ട് എല്ലാ പ്ലേറ്റും ഇതുപോലെ കോളത്തിൽ വെൽഡ് ചെയ്തിരിക്കുന്നുണ്ടോ നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് ഡ്രോയിങ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഡ്രോയിങ്ങിൽ ആ പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ ഡിസ്റ്റൻസ് എല്ലാം നമ്മൾ കൊടുക്കുന്നു. ഫാബ്രിക്കേറ്റർ വെൽഡ് ചെയ്യുന്നു, സൈറ്റിലോട്ട് വിടുന്നു. ബീമിൻ്റെ ഡ്രോയിങ് കൊടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഡ്രോയിങ് കൊടുക്കുമ്പോൾ ആ ലൊക്കേഷനിൽ ഹോൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സൈറ്റിൽ ഈ ബീം ഈ കോളത്തിൻ്റെ ഒപ്പം ഈ പ്ലേറ്റ് വന്നിട്ടുണ്ടാവും. ബീം ക്രെയിനിൽ ലിഫ്റ്റ് ചെയ്ത് നേരെ ലൊക്കേഷനിൽ കൊണ്ടുവന്ന് മുട്ടിച്ച് വെക്കുന്നു, ബോൾട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ ബീം കൊണ്ടുവന്ന് വെക്കുന്നു, ബോൾട്ട് ചെയ്യുന്നു. അപ്പോൾ സൈറ്റിൽ വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് ഇറക്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റും.